ഓരോ കാര്യത്തിനും അത് വേണ്ട ഇത് വേണ്ട ഇങ്ങനെ പ്രൊഡ്യൂസർ സൈഡിൽ സിദ്ദിഖിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മുറിയിലൊരു സെറ്റപ്പ് പിന്നത് വേണമെന്ന് പറയുമ്പോഴത്തേക്ക് സിദ്ദിഖിക്ക് പോവും, രഞ്ജിയുടെ സംസാരിക്കും, ബോബ അത് വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെനിക്ക് റൂമും തന്ന് ഫുഡും തന്ന് എന്നെ ഇവിടെ കൊണ്ടായിട്ട് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ വേണ്ടാന്ന് പറയണമെങ്കിൽ പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ. നന്ദനം വർക്ക് ചെയ്യാൻ പോകുന്നത് ഇപ്പം ജയേട്ടൻ്റെ പാലിയത്ത് ഇതാണ്, വീട്ടിലാണ്, തറവാട്ടിലാണ് പോകുന്നത്. ജയേട്ടനെ ഇപ്പം ജയചന്ദ്രൻ മരിച്ചില്ലേ, ഭാവഗായകൻ, നമുക്ക് ഭയങ്കര നഷ്ടമാണ് മലയാളത്തിന്. പുള്ളിക്കാരൻ്റെ തറവാടിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. ജയേട്ടൻ അവിടെ വന്നിരുന്ന് ഞാനുമായിട്ട് സംസാരിച്ച് അരമണിക്കൂർ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ 2 മിനിറ്റ് സംസാരിച്ച് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഡാ പോടാന്നാണ് വിളിക്കുന്നത്. ഡാ നന്നായിട്ടുണ്ട് കേട്ടോ, ഓരോ സെറ്റപ്പ് കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കും ഇത്രയും നമ്മളുമായിട്ട് ഇത്ര ക്ലോസ് ആയത് എങ്ങനെ എന്ന് വിചാരിക്കും. എന്ന് വെച്ചാൽ അത്ര ഒരു സ്വന്തക്കാരൻ്റെ സംസാരിക്കുമ്പോഴാണ് പുള്ളി നമ്മൾ അങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഇത്രയും സ്നേഹപൂർവ്വം. അതിലൊരു പാട്ടും പാടിയിട്ടുണ്ട്. അങ്ങനെ നന്ദനം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിത്ത് ലാലേട്ടൻ്റെ ഒരു പടം, രഞ്ജിത്താണല്ലോ ഡയറക്ഷൻ, പുള്ളി തന്നെ സ്ക്രിപ്റ്റ്. ലാലേട്ടൻ്റെ പടം ചെയ്യാതിരുന്നപ്പോഴത്തേക്ക് എന്തോ ഒരു ചെറിയ സംഭവത്തിൽ മാറിയിട്ടാണ് നന്ദനം എന്ന് പറഞ്ഞ പടം തുടങ്ങുന്നത്. അതാദ്യം സർഗൈ ത്രാപ്പച്ച സാറിൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ ക്ലൈമാക്സ് എനിക്ക് എത്ര അങ്ങോട്ട് ശരിയാവണില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്യാനാണ് സിദ്ദിഖ്, നമ്മുടെ നടൻ സിദ്ദിഖ് വന്നിട്ട് പടം ചെയ്യാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ രഞ്ജിത്ത് തന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ സിദ്ദിഖാണ് ബോബ പ്രൊഡ്യൂസർ. ഞാൻ പറഞ്ഞു നല്ലൊരു മനസ്സാണ് പുള്ളി അങ്ങനെ ഇറങ്ങി തിരിച്ചല്ലോ, നമുക്ക് വലിയ ഗുണമാണല്ലോ ചെയ്തത്. അത് ഏതായാലും ഒരു പടം പുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനൊരു പടം ചെയ്യാൻ വേണ്ടി പുള്ളി ഇറങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പടം തുടങ്ങി. വടക്കംപറവൂരാണ് തുടങ്ങുന്നത്. ഈ ജയചന്ദ്രൻ എന്ന് പറഞ്ഞ പാട്ടുകാരൻ്റെ തറവാട്ടിലാണ് ഷൂട്ടിങ്, പാലിയത്ത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരുന്നു. ഓരോ കാര്യത്തിനും അത് വേണ്ട ഇത് വേണ്ട ഇങ്ങനെ പ്രൊഡ്യൂസർ സൈഡിൽ സിദ്ദിഖിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം ഇപ്പം ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പണ്ട് അന്നുണ്ടായ സംഭവമാണ്. ഇപ്പം ഞങ്ങൾ തമ്മിൽ നല്ല കാര്യമാണ്, സംസാരിക്കാറുണ്ട്, കണ്ടാൽ വലിയ കാര്യമാണ്. ഞാൻ ഇപ്പം നേര് വർക്ക് ചെയ്തപ്പോൾ തന്നെ വളരെ സ്നേഹപൂർവ്വമാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അല്ല, ചിലവ് കുറയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കൊരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, അതിന് സെറ്റ് ഇടാൻ വേണ്ടി തന്നെ കുറേ സെറ്റും ഇതൊക്കെ ചാരു ബെഞ്ച് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടെ. അതിനൊക്കെ തന്നെ നല്ല പൈസയായി. അപ്പം ഇനി ബഡ്ജറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത് ഈ പടം നവ്യ നായർ, നായകൻ പുതുമുഖം, അങ്ങനെയൊക്കെ ഒരു കണ്ടീഷനിൽ മൊത്തത്തിൽ പഴയ, പിന്നെ പൊന്നമ്മ ചേച്ചി, ബാക്കിയുള്ള പിന്നെ രഞ്ജിത്തിൻ്റെ പരിചയത്തിലുള്ള കക്ഷികളൊക്കെ ഉണ്ട്, ജയചേട്ടൻ, ഇന്നസെൻ്റ് ഏട്ടൻ, അവരെല്ലാവരും ഉണ്ട്. അപ്പം ഞാനത് ഇങ്ങനെ എനിക്കത് പക്ഷെ സത്യം പറഞ്ഞാൽ അന്ന് നല്ല കുറേ സിനിമകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്ന ഒരു കക്ഷിയാണ്. അപ്പം നമുക്ക് ഓരോന്ന് പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ മുറിയിലൊരു സെറ്റപ്പ് പിന്നത് വേണമെന്ന് പറയുമ്പോഴത്തേക്ക് സിദ്ദിഖിക്ക് പോവും, രഞ്ജിയുടെ സംസാരിക്കും, ബോബ അത് വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെനിക്ക് റൂമും തന്ന് ഫുഡും തന്ന് എന്നെ ഇവിടെ കൊണ്ടായിട്ട് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ വേണ്ടാന്ന് പറയണമെങ്കിൽ പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ തോന്നിയിട്ട് ഞാനത് വിചാരിച്ചു. ഞാൻ രഞ്ജിത്ത് പറഞ്ഞു, രഞ്ജി എനിക്ക് ബുദ്ധിമുട്ടാണ്, വേറെ ഒന്നും തോന്നരുത് എന്ന് പറഞ്ഞു. ഞാൻ അതിൽ നിന്ന് പകുതിയായപ്പോൾ പോവുകയാണ് നന്ദനം ഞാൻ ഫുള്ള് വർക്ക് ചെയ്തില്ല. പിന്നെ അത് കൊല്ലം സുരേഷാണ് ബാക്കി വർക്ക് ചെയ്തത്. പക്ഷേ അതിൻ്റെ സെറ്റ് തുടക്കം വീടും മെയിൻ കാര്യങ്ങളും മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാനാണ്. ബാക്കി സുരേഷ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ സുരേഷിൻ്റെ പേരാണ് വച്ചിരിക്കുന്നത് പടത്തിൽ. നന്ദനം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് രഞ്ജിയുടെ ബ്ലാക്കാണ്. പൃഥ്വിരാജ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടാ, ഞാൻ നന്നായിട്ടുണ്ട്. ഓരോ സീൻ ചെയ്യുമ്പോഴത്തേക്ക് അവന് അന്നേ പൃഥ്വിരാജിന് ആൻസൈറ്റി ഉണ്ട് കേട്ടോ, നല്ല ഡെഡിക്കേഷനും ഉണ്ട്, ആൻസൈറ്റി ഉണ്ട്. നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓടില്ലേ ചേട്ടാ, ഈ സിനിമ ഓടില്ലേ, നന്നാവില്ലേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് അന്നേ ഞാൻ മനസ്സിലായി പുള്ളി മിക്കവാറും ഒരു സൂപ്പർ സ്റ്റാർ ആവാനുള്ള സാധ്യതയുണ്ടെന്ന്. അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പുള്ളി അതിൻ്റെ ഡയറക്ഷൻ സൈഡ് വരെ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പം പുള്ളിക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെയുള്ള ഈ പിടിച്ചു കിട്ടുന്ന ഒരു പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ബാധിക്കും അല്ലേ?
പിടിച്ചു കിട്ടുന്ന പ്രൊഡ്യൂസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സിനിമയിൽ ഇന്നതാവാം, ഇന്നത് വയ്ക്കാം, ഇന്നത് ചെയ്യാം, അത് ചെയ്യുന്ന മനസ്സിലാവും. പക്ഷെ അതിനൊരു ചെറിയൊരു തട വരുമ്പോഴത്തേക്കും നമുക്കത് അതിന് വിഷമം ഉണ്ടാവും. മനസ്സിലായി ഫ്രീ ആയിട്ട് വിടണ്ട. നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അവസരം തന്നാൽ മതി. അല്ലാതെ ഫ്രീ ആയിട്ട് വിടണമെന്ന് പറയില്ല. ഞാൻ മാക്സിമം ഒരു സിനിമയിൽ ഞാൻ സെറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കാറേ ഇല്ല. സെറ്റ് എങ്ങനെ ഒഴിവാക്കാമെന്നാണ് ഞാൻ ഒരു സിനിമ അല്ല സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് സ്ക്രിപ്റ്റ് വേണോ. ഡയറക്ടർക്ക് മസ്റ്റാണെങ്കിൽ മാത്രമേ അത് ചെയ്യാറുള്ളൂ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് സെറ്റ് ഇട്ടിട്ട് അത് സെറ്റിലേ ചെയ്യാവൂ, ഇത് സെറ്റിലേ ചെയ്യാവൂ. സെറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞൊരു പടത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ചന്ദാമാമ എന്ന് പറഞ്ഞ പടം. ഞാൻ പറഞ്ഞ സെറ്റ് വേണ്ട. എന്നെ വിളിച്ച് ചോദിച്ചു അത് ഇന്ന സ്ഥലത്ത് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കോളത്ത് സുഖമായിട്ട് ചെയ്യാന്നുള്ള പടമാണ്. കോളത്ത് മറ്റേ ഇത് കിടക്കയല്ലേ, ടൂറിസ്റ്റ് ബംഗ്ലാവ്, അവിടെ സുഖമായിട്ട് ചെയ്യാമെന്നുള്ള സംഭവമാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അന്ന് എന്നെ ഒഴിവാക്കി കളഞ്ഞ പടത്തിൽ. അതിന് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് വേണ്ട, അതിൻ്റെ സെറ്റിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ഇംഗ്ലീഷ് പടത്തിലാണെങ്കിൽ സെറ്റ് ഇട്ടിരിക്കുന്ന കടലിനടുത്താണ് സെറ്റ് ഇട്ടിരിക്കുന്നത്. അതും വലിയ വലിയ ഗ്ലാസ് ഉപയോഗിച്ചാണ് സെറ്റ് ഇട്ടേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ഡോർ കത്തിക്കിടക്കുന്ന സമയത്ത് ഗ്ലാസ് വലിയ ഓപ്പണിങ് ഇട്ടെങ്കിൽ മാത്രമേ പടം നന്നാവൂ. അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റൂ. അകത്തുനിന്ന് പുറത്തോട്ട് ഷൂട്ട് ചെയ്യണമെങ്കിൽ വലിയ ഗ്ലാസിൻ്റെ ഐറ്റംസ് വയ്ക്കണം, എങ്കിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റൂ. ഇത് പിന്നെ അവർ സെറ്റ് ഇട്ടതിൽ ഫുൾ ഗ്ലാസ് കവർ ചെയ്തിട്ടാണ് അവർ സെറ്റ് ഇട്ടത്. അങ്ങനെ പല പടങ്ങളിലും സെറ്റ് വേണ്ടാന്ന് പറഞ്ഞ് എന്നെ പുറത്താക്കിയിട്ടുണ്ട്.